BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ നാഷണൽ ഗാർഡിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു. ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് അബ്ദുലാസിസ് ബിൻ സൗദ് അൽ ഖലീഫ സക്കീർ ക്യാമ്പിൽ നടന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നടത്തുന്ന 2 പ്രത്യേക പരിശീലന കോഴ്സുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നേതൃത്വം നൽകി. പരിശീലന കോഴ്സുകൾ നാഷണൽ ഗാർഡ് പ്രസിഡന്റ് ഹിസ് ഹൈനസ് മേജർ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഈസ് അൽ ഖലീഫ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംഘടിപ്പിച്ചതെന്ന് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് അബ്ദുലാസിസ് പറഞ്ഞു. സമകാലിക സൈനിക സംവിധാനം ഉൾപ്പെടുത്തിയും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മുതിർന്ന സൈനിക കഴിവുകൾ വികസിപ്പിക്കുന്നതിനാണ് ഈ കോഴ്സുകൾ സഹായിച്ചത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർക്ക് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് അബ്ദുലാസിസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അവരുടെ രാജ്യസേവനത്തിൽ വിജയവും ഉയർന്ന നിലവാരവും കൈവരിക്കുമെന്നും അദ്ദേഹം ആശംസിച്ചു. നാഷണൽ ഗാർഡിന്റെ പ്രഗത്ഭമായ പരിശീലന സംവിധാനം മാത്രമല്ല, സൈനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയ നവീകരണമായ പരിപാടികളും വ്യത്യസ്തമായ സുരക്ഷാ സൈനിക വെല്ലുവിളികളെ നേരിടാനുള്ള ഉയർന്ന നിലവാരമുള്ള സൈനികരെ തയ്യാറാക്കുന്ന ഘടനയും അദ്ദേഹം പ്രശംസിച്ചു. പരിശീലനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ ഉന്നത പ്രകടനത്തെക്കുറിച്ചും ഇതുപോലുള്ള പരിപാടികൾ തുടർന്നും മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആധുനിക സൈനിക നിലവാരങ്ങൾ പാലിക്കുകയും പ്രൊഫഷണലിസം നിലനിർത്തുകയും ചെയ്യുക അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച് ബഹ്റൈനിലെ പ്രവാസികൾ. ഇന്ത്യൻ എംബസി ഉൾപ്പെടെ വിവിധ പ്രവാസി സംഘടനകൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് പതാക ഉയർത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസഡർ വായിച്ചു. 100 കണക്കിന് ഇന്ത്യക്കാർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ പ്രസിഡന്റ് കാഷ്യസ് പെരേരിയ പതാക ഉയർത്തി. പ്രസിഡന്റ് കാഷ്യസ് പെരേരയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ളവരും ചേർന്ന് ദേശീയ ഗാനം ആലപിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയും ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. ഐമാക് BMC സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത പരിപാടിയിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പതാക ഉയർത്തി. ചടങ്ങിൽ BMC എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ബഹ്റൈൻ കേരള സമാജത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ദേശീയ പതാക ഉയർത്തി. സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ളവരും ചേർന്ന് ദേശീയ ഗാനം ആലപിച്ചു. കേരള കാത്തലിക് അസോസിയേഷൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളും സംഘടിപ്പിച്ചു. KC അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സീറോ മലബാർ സൊസൈറ്റി ഭാരതത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് പതാക ഉയർത്തി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സീറോ മലബാർ സൊസൈറ്റി അംഗങ്ങളും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. രാജ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതിജ്ഞ ഉറക്കച്ചൊല്ലിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം സംഘാടകർ ആഘോഷിച്ചത്. ബഹ്റൈനിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, വേൾഡ് മലയാളി കൗൺസിൽ, ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി തുടങ്ങി നിരവധി സംഘടനകൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. നവകേരളം സഹകരണ മേഖലയുടെ പങ്കും പ്രാധാന്യവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R. സനൽകുമാർ പ്രഭാഷണം നടത്തി. ബഹ്റൈൻ പ്രതിഭാ പ്രസംഗവേദി നടത്തിയ പരിപാടിയിൽ കേരളീയ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ സഹകരണ മേഖല വഹിച്ച പങ്കും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെയും കുറിച്ച് അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചു. ഒറ്റപ്പെട്ട ചില മോശം പ്രവണതകളുടെ പേരിൽ സഹകരണ മേഖലയെ ആകെ താറടിച്ച് കാണിക്കാനുള്ള തകർക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയാൻ കേരളീയ സമൂഹത്തിന് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ പ്രതിഭ രക്ഷാധികാര സമിതി അംഗം NV ലിവിൻ കുമാർ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം റാഫി കലിങ്കൽ സ്വാഗതം ആശംസിച്ചു. പ്രസംഗവേദി സബ് കമ്മിറ്റി അംഗം ധനേഷ് നന്ദി രേഖപ്പെടുത്തി. പ്രതിഭ മുഖ്യ രക്ഷാധികാരി P. ശ്രീജിത്ത്, ജനറൽ സെക്രട്ടറി മിജോഷ് മൊറോഴ, പ്രസിഡന്റ് ബിനു മണിൽ തുടങ്ങിയവർ സന്നിഹിതരായ പരിപാടിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ബഹ്റൈൻ പ്രതിഭയുടെ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് ഇബ്രഹാം സാമുവൽ പതാക ഉയർത്തി. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു.
പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചു. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയതോടെ കടുവയെ വെടിവെച്ച് കൊല്ലാനാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊല്ലും. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ഇനി മയക്കുമെടി വെക്കില്ല. പ്രദേശത്ത് 1-ാം തീയതിക്ക് അകം കൂടുതൽ ക്യാമറ സ്ഥാപിക്കും. അടിക്കാടുകൾ 3 ഘട്ടമായി വെട്ടുമെന്ന് മന്ത്രി വ്യക്തമാക്കി. 6 പഞ്ചായത്തുകളിൽ പെട്രോളിംഗ് നടത്തും. ഉറപ്പുകൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുകയോ തുടങ്ങിവെക്കുകയോ ചെയ്യും. നിയമോപദേശം തേടി ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചാണ് ഉത്തരവ്. ഒരേ കടുവ തന്നെ അക്രമം നടത്തിയതിനാലാണ് നരഭോജി ഗണത്തിൽപ്പെടുത്തിയത്. ജനവാസ മേഖലയല്ലാത്ത 1 ഇഞ്ച് ഭൂമിയും കേരളത്തിലില്ല. വയനാടിന് വേണ്ടി മാത്രം ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. അതിന് CCFനെ ചുമതലപ്പെടുത്തി. വനവുമായി ബന്ധപ്പെട്ട ഒരു പിന്തുണയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതിന് അത്ഭുതപ്പെടുന്നുമില്ല. പുതിയ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. വിളിച്ചാൽ ആ കോള് പോകും എന്ന് മാത്രം. വയനാട്ടിൽ 100 ക്യാമറകൾ ഉടൻ സ്ഥാപിക്കും. കേരള ഡാറ്റാബേസിലെ കടുവയാണോ എന്ന് പരിശോധിച്ചു വരുന്നെന്നും മന്ത്രി അറിയിച്ചു. VD സതീശന്റെ യാത്രയിൽ കേന്ദ്ര നിയമത്തിനെതിരെ ഒന്നും പറയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് വനമന്ത്രി സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സന്ദർശനം. അന്തരിച്ച സംവിധായകൻ ഷാഫിക്ക് വിട നൽകി കേരളം. മൃതദേഹം കലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. വിവിധ മേഖലകളിലെ പ്രമുഖർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെ മൃതദേഹം ആസ്റ്റൺ മെഡിസിറ്റിൽ നിന്ന് എളമക്കരയിലെ വീട്ടിലെത്തിച്ചു. ബന്ധുക്കളും നാട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും വീട്ടിലെത്തി. കലൂർ മണിപ്പാട്ട് പറമ്പിലെ സഹകരണ ബാങ്ക് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, ലാൽ, ഹരിശ്രീ അശോകൻ തുടങ്ങി നിരവധി താരങ്ങളും സിനിമാ പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. 3 മണിയോടെ മൃതദേഹം കലൂർ ജുമാ മസ്ജിദിലെത്തിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഖബറടക്കി. മന്ത്രിമാരായ P രാജീവും KB ഗണേഷ് കുമാറും ഷാഫിയെ അനുസ്മരിച്ചു. അർദ്ധരാത്രി 12:25 മരണം സംഭവിച്ചത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് അന്ത്യം. 57 വയസ്സായിരുന്നു. ഈ മാസം 16 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. 2001 തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തത്. വൺ മാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധാന രംഗത്തെത്തിയത്. തുടർന്ന് തൊമ്മനും മക്കളും, ഏരിക്കുണ്ടൊരു കുഞ്ഞാട്, മായാവി അടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. 18 സിനിമകളാണ് ഷാഫി ഇതുവരെ സംവിധാനം ചെയ്തത്. ഇതിൽ ഒരു തമിഴ് സിനിമയും ഉൾപ്പെടും. 1968 എറണാകുളത്ത് ജനിച്ച ഷാഫി 1996 രാജസേനന്റെ ദില്ലിവാല രാജകുമാരനിൽ സഹസംവിധായകനായാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് റാഫി മെക്കാട്ടിൻ ചിത്രങ്ങളിലും അമ്മാവനായ സംവിധായകൻ സിദ്ദീഖിന്റെ സിനിമകളിലും പ്രവർത്തിച്ചു. ചോക്ലേറ്റ്, ലോലിപോപ്പ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, വെനീസിലെ വ്യാപാരി, ഷെർലക് ടോംസ് തുടങ്ങിയ സിനിമകളും സംവിധാനം ചെയ്ത ഷാഫിയുടെ അവസാന ചിത്രം 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന സിനിമയായിരുന്നു. ഷറഫുദ്ദീൻ ആയിരുന്നു നായകൻ. ശ്രീകണ്ഠാപുരം പൂരപ്പറമ്പിലെ കടയിൽ നിന്ന് 1 ലക്ഷം രൂപയടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ. വർഷങ്ങൾക്ക് മുൻപ് പൂരപ്പറമ്പിനടുത്ത് താമസിച്ചിരുന്ന റോയിച്ചൻ ചാലയിൽ എന്നയാളാണ് പിടിയിലായത്. പാലക്കാട് അലത്തൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലെ പല സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണം ഉൾപ്പെടെയുള്ള പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതിയുടേതെന്ന് സംശയിച്ച മൊബൈൽ നമ്പർ പിന്തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാൾ ആലത്തൂരിലുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു മോഷണം. പ്രതി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കുടിയാൻമല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജോയുടെ നേതൃത്വത്തിൽ SI ചന്ദ്രൻ, ASI സിദ്ദീഖ്, CPO സുജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കായംകുളത്ത് വീടിന് സമീപം ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൃഷ്ണപുരം കൊച്ചുമുറി വാലയത്ത് വീട്ടിൽ സുധൻ, ഭാര്യ സുഷമ എന്നിവരാണ് മരിച്ചത്. സുധനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ സുഷമയെ കുളത്തിൽ മരിച്ച നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിന് സമീപത്തെ പുളിമരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു സുധന്റെ മൃതദേഹം. രാവിലെയാണ് മൃതദേഹം കണ്ടത്. സുഷമയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വൈകുന്നേരത്തോടെ സമീപത്തെ കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയ ശേഷം സുധൻ ആത്മഹത്യ ചെയ്തെന്നാണ് സൂചന. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതായും പോലീസ് അറിയിച്ചു. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.